ലൈറ്റിംഗ് ഐഡിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സ്കോറിയോ ലൈറ്റ്സിൻ്റെ ട്രിവാൻഡ്രം ഷോറൂമിലാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതുതരം ലൈറ്റിങ്സ് ആണ് ഉപയോഗിക്കേണ്ടത്, അതിൽ തന്നെ കിച്ചൺ ലൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ലിവിങ് ഏരിയയിൽ എങ്ങനെയാണ് ലൈറ്റിംഗ് തിരഞ്ഞെടുക്കേണ്ടത്, ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു റോള് തന്നെ ലൈറ്റിങ്ങിനുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഇന്റീരിയർ ഡിസൈൻ ഒരു കാഴ്ചക്കാരൻ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും അവിടുത്തെ ലൈറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ലൈറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒട്ടനവധി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഫാക്ടറാണ് ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ. ഇപ്പോൾ ലൈറ്റ്സ് തന്നെ പ്രധാനമായിട്ടും 3 ടെമ്പറേച്ചറിലാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്: വാം, വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്. നമ്മൾ മെയിനായിട്ട് ടെമ്പറേച്ചർ തന്നെ മെയിനായിട്ട് വാം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, വാം ലൈറ്റ്സ് ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ വാം ലൈറ്റ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് വാം ലൈറ്റുകളാണ്. പക്ഷേ ന്യൂട്രൽ വൈറ്റ് ആകുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഔട്ടാണ്. അതെന്ന് പറയാൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കിച്ചൺ, അതിനൊക്കെ ബാത്റൂം ഏരിയാസിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ടാസ്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്താണ് ഈ ന്യൂട്രൽ വൈറ്റ് ഉപയോഗിക്കാം. പക്ഷേ വൈറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസുകളാണ്. ഇൻ കേസ് നമ്മുടെ ഓഫീസ് സ്പേസുകൾ, അതിനൊക്കെ സ്റ്റഡി സ്പേസുകൾ, അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലാണ് നമ്മൾ എന്താണ് വൈറ്റ് ലൈറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഫാക്ടറാണ് ലൈറ്റിൻ്റെ ബീം എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ ബീം എന്ന് പറയുമ്പം 2 രീതിയിലാണ്. മെയിനായിട്ട് വൈഡ് ആയിട്ടുള്ള ബീമുള്ള ലൈറ്റ്സും ഉണ്ട്, നമുക്ക് സ്പോട്ട് ബീമും ഉണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം വൈഡായിട്ട് വളരെ വലിയൊരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം വൈഡ് ബീമുള്ള ലൈറ്റ്സുകളാണ്. നമ്മളെ എല്ലാ പാനൽ ലൈറ്റ്സ് ആയാലും അങ്ങനെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ വൈഡ് ബീമിൽ വരുന്നതാണ്. പക്ഷേ സ്പോട്ട് ലൈറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സ്പേസിൽ, നമ്മുടെ ഈ റൂമിലായിക്കോട്ടെ, എന്തെങ്കിലും ഇന്റീരിയർ എലമെന്റ്സ്, ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ, ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ, അപ്പം എന്തെങ്കിലും എന്താ പറയുക പിക്ചേഴ്സ്, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്താൽ മതിയെങ്കിൽ ഈ പറയുന്ന സ്പോട്ട് ലൈറ്റിൽ ഉപയോഗിക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലേയേഴ്സ് ഓഫ് ലൈറ്റ് എന്നാണ്. ഇപ്പോൾ ലേയേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ടൈപ്പ് ലൈറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഏതെങ്കിലും ടൈപ്പ് എന്ന് പറയുമ്പോൾ വാം ലൈറ്റോ അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റോ വൈറ്റ് ലൈറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ പൂർണ്ണ ഒരു ഡെക്കറേഷൻ ലൈറ്റിങ്ങിൽ ഒരു പൂർണ്ണത നമുക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് ലേയേഴ്സ് ഓഫ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പം ലേയേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് 3 ടൈപ്പ് ലൈറ്റുകളുടെ കോമ്പിനേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആംബിയൻ ലൈറ്റ്സ്, രണ്ടാമത്തത് ആക്സൻ ലൈറ്റ്, മൂന്നാമത്തെ ടാസ്ക് ലൈറ്റ്. അതിനകത്ത് തന്നെ ആംബിയൻ ലൈറ്റ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മളിപ്പോൾ ലിവിങ് ഏരിയയിലായാലും നമ്മൾ ഏത് റൂമിലായാലും മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആംബിയൻ ലൈറ്റ്സ് ആണ്. നമ്മൾ ആംബിയൻ ലൈറ്റ്സ് എന്ന് പറയുമ്പം പാനൽ ലൈറ്റ്സ് ആവാം, സ്ട്രിപ്പ് ലൈറ്റ് ആവാം, വാൾ ലൈറ്റ് ആവാം, ടേബിൾ ലാംപ്സ്, ഇപ്പോൾ നമ്മൾ പിന്നെ ടേബിൾ ഏരിയയിൽ ടേബിൾ ലാംപ്സ് ആവാം. ഇതെല്ലാം നമ്മൾ അവിടുത്തെ മെയിനായിട്ടുള്ള ആംബിയൻ ലൈറ്റാണ്. അപ്പം ഈ ആംബിയൻ ലൈറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റോ ന്യൂട്രൽ വൈറ്റോ ആയിട്ടുള്ള ലൈറ്റ് ടെമ്പറേച്ചർ ആവാം, അല്ലാതെ നമ്മൾ വളരെ വൈഡായിട്ടുള്ള ബീം ആവാം. അതുകൊണ്ടാണ് നമ്മൾ ആംബിയൻ ലൈറ്റ്സുകൾ മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലിവിങ് ഏരിയയിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് ആംബിയൻ ലൈറ്റ്സുകൾ പരിചയപ്പെടാം. ഈ കാണുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം നമുക്ക് ലിവിങ് ഏരിയയിൽ കൊടുക്കാൻ പറ്റുന്ന ഹാങ്ങിങ് ലൈറ്റ്സുകളാണ്. കൂടാതെ ഈ കാണുന്നത് ലിവിങ് ഏരിയയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാൾ ലൈറ്റ്സിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി അടുത്തായി പരിചയപ്പെടാൻ പോകുന്നത് ആക്സൻ ലൈറ്റുകളാണ്. ഇപ്പം നമ്മുടെ ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഏതൊരു സ്പേസും ആയിക്കോട്ടെ അവിടെ കൂടുതൽ ഡെക്കറേറ്റീവ് ആക്കാൻ, കൂടുതൽ സ്റ്റൈലും കോൺട്രാസ്റ്റൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ആക്സൻ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. എല്ലാ ഫാൻസി ലൈറ്റുകളും ഡെക്കറേറ്റീവ് ലൈറ്റ്സുകളും നമുക്ക് ഈ ആക്സൻ ലൈറ്റുകൾ എന്ന് പറയുന്ന കാറ്റഗറി പെടും. ഇപ്പം നമ്മൾ ജിപ്സത്തിൽ എന്തെങ്കിലും ഇന്റീരിയർ ഡിസൈനിങ് എലമെൻറ്റിലെ ഫോക്കസ് ചെയ്യാൻ, വാളിനെ ഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ റൂമിലുള്ള ഒബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യാനൊക്കെ നമുക്കതാണ് ഈ ആക്സൻ ലൈറ്റുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ അതല്ല, നമുക്ക് പെർ മീറ്ററിൽ കുറഞ്ഞ LEDs ഉള്ള സ്ട്രിപ്പ് ലൈറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൾട്ടി കളർ സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. കളർഫുൾ ആംബിയൻസ് ഒക്കെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അത് നമുക്ക് പല ഏരിയയിൽ റൂമിൽ തന്നെ ഈ ചിപ്സത്തിലല്ലാതെ തന്നെ പല ഏരിയയിൽ നമുക്ക് ഈ സ്ട്രിപ്പ് ലൈറ്റുകൾ ഉപയോഗിക്കാം, ആങ്സൺ ലൈറ്റ് ആയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ സീലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സുകൾ, അത് കണക്ക് ഷാൻലിയേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷാൻലിയേഴ്സ് ഉണ്ട്, പല ഡിസൈൻസിലും മോഡൽസുള്ള ഷാൻലിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം മെയിനായിട്ട് നമ്മൾ ഡെക്കറേറ്റീവ് എലമെൻ്റ് ആയിട്ടാണ് റൂമിൽ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഈ ആങ്സൺ ലൈറ്റിലാണ്. ഈ ഷാൻലിയേഴ്സ് ഉപയോഗിക്കാം. അത് കണക്കുള്ള ഡബിൾ ഹൈറ്റ് ഏരിയാസ്, നമ്മുടെ വീട്ടിലെ തന്നെ ഡബിൾ ഹൈറ്റ് ഏരിയാസ് ഉണ്ടെങ്കിൽ, സ്റ്റെയർ ഏരിയാസ് പോലുള്ള ഡബിൾ ഹൈറ്റ് ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെറൈറ്റീസ് ഓഫ് ഹാങ്ങിങ് ലൈറ്റ്സുകൾ ഉപയോഗിക്കാം, ഡബിൾ ഹൈറ്റ് ഹാങ്ങിങ് ലൈറ്റ്സുകൾ ഉപയോഗിക്കാം. വളരെ വെറൈറ്റി മോഡൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കവിടെ ഹാങ്ങിങ് ലൈറ്റ്സുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സീലിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള സീലിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാം. മൾട്ടി പർപ്പസ് സീലിംഗ് ലൈറ്റുകളുണ്ട്, സ്പീക്കർ വരുന്നതും അത് കണക്ക് ഇത് കണക്ക് ബ്ലൂടൂത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിലുള്ള സീലിംഗ് ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകൾ ഉപയോഗിക്കാം. ഈ കാണുന്ന വാൾ ലൈറ്റ്സ് എന്ന് പറയുന്നത് ആക്സൺ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന വാൾ ലൈറ്റുകളാണ്. കാരണം വളരെ വലിയ ലൈറ്റ് ഔട്ടൊന്നും കിട്ടില്ല, പക്ഷെ നമുക്ക് ഡിഫറെൻറ്റ് ആംബിയൻസ്, ഈ പറയുന്ന വെറൈറ്റി ഡിസൈൻസ് ഒക്കെ തന്നെ എന്താണ് ഡിഫറെൻറ്റ് ആംബിയൻസിൽ നമുക്ക് റൂമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിന് പല ഷേപ്സിലും കളേഴ്സിലൊക്കെ ഉള്ള ഈ മൾട്ടി ആക്ഷൻസ് വരുന്ന വാൾ ലൈറ്റ്സുകളും നമുക്ക് ഈ കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ആക്ഷൻ ലൈറ്റുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി കുറച്ച് ടാസ്ക് ലൈറ്റുകൾ. ടാസ്ക് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിൽ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്ന ഏരിയാസ്, പൊതുവെ ലിവിങ് ഏരിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ടൈമാണ്, എന്നാലും എന്തെങ്കിലും സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ കാണുന്ന പോലുള്ള വലിയ സ്പോട്ടി അല്ലാത്ത എന്നാൽ ഈ പറയുന്ന അത്യാവശ്യം വൈഡായിട്ട് ഔട്ട് കിട്ടുന്ന ഹാങ്ങിങ് ലൈറ്റ്സുകൾ ഉപയോഗിക്കാം. സ്ട്രിപ്പ് ലൈറ്റുകൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടാസ്ക് ലൈറ്റുകളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ ലൈറ്റുകളുടെ ഒരു കോമ്പിനേഷനെയും കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കാരണം നമ്മളിപ്പോൾ ലിവിങ് ഏരിയ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓരോ ടൈപ്പ് ലൈറ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ സീലിംഗ് ഏരിയയിൽ ഒരു ഷാൻഡിലിയറോ അല്ലെങ്കിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റോ കൊടുക്കുമ്പോൾ ലിവിങ് ഏരിയയ്ക്ക് ഒരു അത്യാവശ്യം നല്ലൊരു അട്രാക്ഷൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഓരോ സീലിംഗ് ഏരിയാസിൽ നമ്മൾ പാനൽ ലൈറ്റുകൾ ഉപയോഗിക്കുന്നു. കാരണം അവിടെ നമ്മൾ എന്താണ് ആംബിയൻ ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ മെയിൻ ഏരിയാസിൽ നമ്മൾ അത്യാവശ്യം ഡൈനിങ് അത്യാവശ്യം നമ്മൾ മെയിനായിട്ട് ഇരിക്കുന്ന മെയിൻ സെൻട്രൽ ഏരിയാസിലൊക്കെ നമ്മൾ ഇതേപോലെ ഷാൻഡിയേഴ്സും നല്ല അട്രാക്റ്റീവ് ഹാങ് ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കും. അതിനുശേഷം നമുക്ക് സറൗണ്ടിങ്സിൽ നല്ല വെട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പാനൽ ലൈറ്റ്സുകൾ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ വാളിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ആംബിയൻസ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാൾ ലൈറ്റ് ഉപയോഗിക്കാം. അതെനിക്ക് ആക്ഷൻ ലൈറ്റായിട്ട് ജസ്റ്റ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വാൾ ലൈറ്റും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ എങ്ങനെ നമുക്ക് ലിവിങ് ഏരിയ ഡെക്കറേറ്റ് ചെയ്യാം അതിനുവേണ്ടി കുറച്ച് ഐഡിയാസാണ് പരിചയപ്പെട്ടത്. അപ്പം ഇതേപോലുള്ള കൂടുതൽ ലൈറ്റിംഗ് ഐഡിയാസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുമല്ല നിങ്ങൾക്ക് ഈ ഓരോ പ്രോഡക്റ്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്കോറിയോ ലൈറ്റ്സിൻ്റെ കേരളത്തിലെ ഏത് ഷോറൂമും സന്ദർശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Scorio. Explore the designer in you. Trivandrum, Manjeri, Mollappadi, Kothamangalam.